ആശാവർക്കർമാരുടെ സമരത്തിൽ സമവായ നീക്കവുമായി സർക്കാർ. വേതന കുടിശ്ശികയും 2 മാസത്തെ ഓണറേറിയം തുകയും അനുവദിച്ചു. കുടിശ്ശിക നാളെ മുതൽ വിതരണം ചെയ്യും. ഇതിനായി 52.85 കോടി രൂപ സർക്കാർ അനുവദിച്ചു. എന്നാൽ 3 മാസത്തെ ഇൻസെന്റീവ് തുക ഇനിയും ലഭ്യമാക്കിയിട്ടില്ല. മറ്റാവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആശാവർക്കർമാർ അറിയിച്ചു. ആശാവർക്കർമാരുടെ സമരം 9ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 2 മാസത്തെ ഓണറേറിയം തുക വിതരണം ചെയ്യുന്നതിനുള്ള പണം അനുവദിച്ചിരിക്കുകയാണ്. 52 കോടി 85 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ അനുവദിച്ചിരിക്കുന്നത്. നാളെ തൊട്ട് ഈ തുക അതാത് ആശാവർക്കർമാരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 3 മാസത്തെ ഇൻസെൻറ്റീവ് ഇവർക്ക് ലഭിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ആശാവർക്കർമാർ നടത്തിവരുന്ന സമരത്തിൻ്റെ സമരപ്പന്തലിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ 2 മാസത്തെ ഓണറേറിയം തുക അനുവദിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മുടെ നിലപാട്? അനുവദിച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ ഇതൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഞങ്ങൾ ഇവിടെ സമരത്തിന് വരുന്ന മുമ്പ് അതിൻ്റെ പിറ്റേന്നോ എന്തോ 11ാം തീയതി അനുവദിച്ചെന്ന് പറഞ്ഞതാണ്. ഇതുവരെയും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ സമരം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ടോ ഈ ഓണറേറിയം? ഒരിക്കലും ഇല്ല. ഇത് ഞങ്ങളുടെ ജോലി ചെയ്ത കാശാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൊത്തം ഭാഗവും ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് അവസാനം ഞങ്ങൾ വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ തയ്യാറല്ല. 3 മാസത്തെ ഓണറേറിയം, അടുത്ത ഇൻസെൻറ്റീവ് ഉണ്ട്. ഇല്ല, ഇപ്പോൾ 2 മാസത്തിലേ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തന്നു തീർക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് മിനിമം വേതനം വേണം. പിന്നെ 5 ലക്ഷം രൂപ നമുക്ക് വിരമനക്ക് ആനുകൂല്യം അനുവദിക്കണം. പിന്നെ ഞങ്ങൾക്ക് പെൻഷൻ അനുവദിക്കണം. 62 വയസ്സ് കഴിഞ്ഞവരെ പിരിച്ചു വരുമ്പോൾ അവർക്ക് പെൻഷൻ അനുവദിക്കണം. ഈ കിട്ടുന്ന പൈസ എനിക്ക് ലോണിൻ്റെ പലിശ പോലും അടയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വരാതിരില്ല. വീട്ടിൽ വരെ അന്വേഷിച്ച് വരുന്നുണ്ട് അവർ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ജോലി ചെയ്യാതല്ല, ഞങ്ങൾ ജോലി ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് കൂലി കിട്ടുന്നില്ല. കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കാൻ പറ്റൂ. ഇത്തരത്തിൽ ഈ വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കുക, മിനിമം വേതനം ഉറപ്പാക്കുക, സമയബന്ധിതമായി തന്നെ ശമ്പളവും ഇൻസെൻറ്റീവും ഓണറേറിയവും അടക്കമുള്ളവ വിതരണം ചെയ്യുക തുടങ്ങിയ പലവിധ ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് തങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൂടുതൽ ആശാവർക്കർമാരെയും ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ സമര പരിപാടി എന്ന നിലയ്ക്കാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ അത്തരത്തിലേക്കുള്ള സമരവുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഇവർ അറിയിക്കുന്നു. ക്യാമറ പേഴ്സൺ രാജീവിനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.